കോഴിക്കോട് പുതുപ്പാടി പഞ്ചായത്ത് ബസാറിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. അപകടത്തിൽ 11 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ നില ഗുരുതരമാണ്. അമിത വേഗത്തിൽ എത്തിയ കാർ പിക്കപ്പിൽ ഇടിക്കുകയും ശേഷം മറ്റൊരു ലോറിയിൽ ഇടിച്ചു മറിയുകയുമായിരുന്നു. ദിൽഷ തിലകനാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ദിൽഷ, വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നതല്ലേ? ഈ 3 പേരുടെ നില അതീവ ഗുരുതരമാണോ? ഇവരെവിടെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്? ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള അപകടം തന്നെയാണ്. ഈ പുതുപ്പാടി പഞ്ചായത്ത് ബസാറിലാണ് ഈ 3 വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചത്. ഇതിൽ 11ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അമിത വേഗതയിലെത്തിയ കാറ് പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. അതായത് ഈ കൊല്ലകൽ ദേശീയപാതയിൽ പുതുപ്പാടി പഞ്ചായത്ത് ബസാറിലാണ് ഈ അപകടം നടന്നിട്ടുള്ളത്. വയനാട് ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാറ് ഈ വയനാട്ടിലേക്ക് PWD കെട്ടിടം പണിക്കായിട്ട് തൊഴിലാളികളുമായിട്ട് പോകുകയായിരുന്ന പിക്കപ്പിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് റോഡിൽ കറങ്ങിയ കാറ് മറ്റൊരു ലോറിയെയും ഇടിച്ചു തെറിപ്പിച്ചു. ഈ ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് മറിയുകയായിരുന്നു. തുടർന്ന് അതിലുണ്ടായിരുന്ന തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ഈ 10ഓളം അതിഥി തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ റോഡരികിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരാൾക്കുമാണ് പരിക്കേറ്റിട്ടുള്ളത്. അങ്ങനെ 11 പേർക്കാണ്. ഇതിൽ 3 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ പരിക്കേറ്റ ഒരാളെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് തലയ്ക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പരിക്ക് വളരെ ഗുരുതരമുള്ളതാണ്. ബാക്കിയുള്ള 10 പേരെയും താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ 3 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ്. ബാക്കിയുള്ളവരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ബിനിൽ, ഓക്കെ, അതങ്ങനെയാണ്. ആ വിവരങ്ങൾ. വലിയ അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് 11 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ദിൽഷയാണ് വിവരങ്ങൾ നൽകിയത്.